എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സീവർ ഡിസൈനിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സീവറേജ് സിസ്റ്റംസിനെ പറ്റിയൊക്കെ പറഞ്ഞ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സീവറേജ് സിസ്റ്റംസ് ഒക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സീവർ ഡിസൈൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സീവർ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഒരു സീവർ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ അകത്തേക്ക് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട സീവേജിൻ്റെ എത്രമാത്രം സീവേജ് അത് ക്യാരി ചെയ്യണം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട വർക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു സീവർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സീവേജ് ഡിസ്ചാർജ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സീവേജ് ഡിസ്ചാർജ് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സീവേജ് ഡിസ്ചാർജ് എന്തിനാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്? എത്ര സീവേജ് പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മളിത് പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ നമ്മൾ ഇനഡിക്വേറ്റ് ആയിട്ടുള്ള സീവർ ഡിസൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഫ്ലോ ചെയ്ത് വരുന്ന ആ ഒരു എമൗണ്ട് ഓഫ് സീവേജിനെ ക്യാരി ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ സ്മോൾ സൈസായി പോകുന്ന സീവേഴ്സ്, ഇനഡിക്വേറ്റ് ആയിട്ടുള്ള സീവേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തിന് കാരണമാവും? ഓവർഫ്ലോ ഓഫ് സീവേജിന് കാരണമാവും. ഓക്കെ, ഓവർഫ്ലോ ഓഫ് സീവേജിന് കാരണമാവും. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തായിരിക്കും, ഇപ്പോൾ സപ്പോസ് ലാർജ് ഡയമീറ്റർ സീവർ ഡിസൈൻ ചെയ്തു, പ്രോപ്പറായിട്ട് നമ്മൾ സീവേജ് ഡിസ്ചാർജ് എസ്റ്റിമേറ്റ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം നമ്മൾ ലാർജ് ഡയമീറ്റർ സീവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് കാരണമാവും? വേസ്റ്റേജ് ഓഫ്, അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കാരണമാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം സീവർ ഡിസൈനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സീവറിലൂടെ ഫ്ലോ ചെയ്യുന്ന സീവേജിൻ്റെ എമൗണ്ട് എത്രയുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല, ഇപ്പം കുറവാണെന്നുണ്ടെങ്കിൽ ഇനഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സീവർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അത് ഫെർദർ ഓവർഫ്ലോ ഓഫ് സീവറിന് കാരണം. ഇനി അത് ലാർജ് സീവർ, നമ്മൾ കുറച്ചും കൂടെ വലിയ രീതിയിൽ ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാളും ഇപ്പം അവിടെ ഒരു 10 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഒരു 40 യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ വേസ്റ്റ്ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് സീവേജ് ഡിസ്ചാർജ്, എസ്റ്റിമേറ്റിംഗ് സീവേജ് ഡിസ്ചാർജ് എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ സാധാരണ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു പ്ലേസിലേക്ക് കൊടുക്കുന്ന വാട്ടർ സപ്ലൈ അത് തന്നെ ആയിരിക്കത്തില്ലേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീവേജും. ഓക്കെ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീവേജും ഈ പറഞ്ഞ വാട്ടർ സപ്ലൈക്ക് സെയിം ആയിരിക്കണം. എത്രയാണോ അവിടെ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് അത്ര തന്നെ സീവേജ് ആയിരിക്കണം അവിടെ ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് എക്സാക്ട് ക്വാണ്ടിറ്റി അല്ലേ? കൊടുക്കുന്ന വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയിൽ നിന്നും ഒരു വീട്ടിലേക്ക് എടുക്കുന്ന അത്രയും വാട്ടർ മൊത്തത്തിൽ അത് സീവേജ് ആയിട്ട് പോകണം എന്ന് നിർബന്ധമില്ല അല്ലേ? അവിടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെടി നനയ്ക്കാനായിട്ടൊക്കെ വെള്ളം എടുക്കുമ്പോഴത്തേനും അതൊന്നും ഈ പറഞ്ഞ സീവേജിലേക്ക് അല്ലെങ്കിൽ സീവർ സിസ്റ്റത്തിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പം ചില സബ്ട്രാക്ഷൻസ് വരും അല്ലേ? ആ സീവർ സിസ്റ്റത്തിലേക്ക് പോകുന്ന സീവേജിൽ സബ്ട്രാക്ഷൻസ് വരും. ഇനി ചിലപ്പോൾ ഈ സീവർ സിസ്റ്റത്തിൽ തന്നെ ചില എമൗണ്ട് ഓഫ് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കുറേ വാട്ടർ ആ സീവർ സിസ്റ്റത്തിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ അഡീഷൻസ് വരും. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാട്ടർ സപ്ലൈ ഫുള്ളായിട്ട് സീവേജ് ആയിട്ട് മാറണം എന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് water supplied, it is equal to the quantity of
സീവേജ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ബട്ട് ആക്ച്വൽ കേസിൽ ഇത് അല്ല സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എന്തൊക്കെ അഡീഷൻസ് ആണ് അവിടെ വരാൻ സാധ്യതയുള്ളത്? ഓക്കെ, അപ്പോൾ അഡീഷൻസ് എന്തൊക്കെയാണ് അവിടെ വരാൻ സാധ്യതയുള്ളത് നോക്കാം. അഡീഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നുകിൽ ഇപ്പം ഒരു വീട്ടിൽ പ്രൈവറ്റ് വെല്ലുണ്ട്, അല്ലെങ്കിൽ അവിടെ സാധാരണ ഒരു വീട്ടുകാർക്ക് തന്നെ വെല്ലുണ്ടെങ്കിൽ അതിൽ നിന്നും അവർ വെള്ളം എടുക്കും അല്ലേ. അപ്പോൾ അവർ വാട്ടർ സപ്ലൈ, പബ്ലിക് വാട്ടർ സപ്ലൈയിൽ നിന്ന് മാത്രമാണോ അവിടെ വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്? അല്ല, അവരുടെ പ്രൈവറ്റ് വെല്ലിൽ നിന്നും അവർ വാട്ടർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് വെല്ലിൽ നിന്നുള്ള വാട്ടർ നമ്മളിപ്പം ആദ്യം പറഞ്ഞ പോലെ വാട്ടർ സപ്ലൈയിൽ നിന്നുള്ള വാട്ടർ തന്നെയാണ് സീവേജ് ആയിട്ട് മാറുന്നത് എന്ന് അസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് വെല്ലിൽ നിന്നുള്ളത് എന്തായിരിക്കും? ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് സീവേജ് ആയിരിക്കും അല്ലേ. അപ്പോൾ വാട്ടർ സപ്ലൈയിൽ നിന്നുള്ളത് മാത്രമല്ല, അവിടെ പ്രൈവറ്റ് വെല്ലിൽ നിന്നും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡീഷണൽ. അപ്പോൾ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അഡീഷൻസും സബ്ട്രാക്ഷൻസും വരാൻ സാധ്യതയുണ്ട് ഈ സീവേജ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സീവേജ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു സീവേജിൽ എന്തൊക്കെ അഡീഷൻസും സബ്ട്രാക്ഷൻസും വരാം. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് വെല്ലുകളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുകയാണ്. ഇനി ചില ഇൻഡസ്ട്രീസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ സോഴ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം അഡീഷൻസ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു എംപെരിക്കൽ ഫോർമുലയൊന്നും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് ഫീൽഡ് ഒബ്സർവേഷൻസിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് അത് നെഗ്ലിജിബിൾ ആണ്. ഒത്തിരിയൊന്നും ഈ പ്രൈവറ്റ് വെൽസിൽ നിന്നും വാട്ടർ എടുക്കുന്നുമില്ല. അപ്പം പ്രൈവറ്റ് വെൽസ്, അപ്പോൾ അഡീഷൻസ് വരുമ്പോൾ ഒന്ന് പ്രൈവറ്റ് വെൽസിൽ നിന്നുള്ള അഡീഷൻസ് വരാം, അതല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ സംഭവിക്കാം അല്ലേ. ഇൻഫിൽട്രേഷൻ സംഭവിക്കാം, സറൗണ്ടിങ്ങിലുള്ള സോയിലിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത്, ഇപ്പം സീവർ പൈപ്പിൽ എവിടെയെങ്കിലും ലീക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സറൗണ്ടിങ് സോയിലിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും? ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആ സീവേജിൻ്റെ കൂടെ കൂടി. ഓക്കെ, അപ്പോൾ ആ സീവേജിൻ്റെ എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു അഡീഷനാണ്, ഇൻഫിൽട്രേഷൻ കാരണം ഉണ്ടാവുന്ന അഡീഷനാണ്. പിന്നെ അത് കൂടാണ്ട് സബ്ട്രാക്ഷൻസ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സീവർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു പൈപ്പിൽ നിന്നും തന്നെ വാട്ടർ പുറത്തേക്കും വരാം അല്ലേ. ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ എന്താണ്? പുറത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. സോ അതൊരു എന്തായിരിക്കും വരുന്നത്? അതൊരു സബ്ട്രാക്ഷൻ ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് ലീക്കേജ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ലോസ്. ഓക്കെ, വാട്ടർ ലീക്കേജ് ഫ്രം ദ സീവർ പൈപ്പ്സ്. പിന്നെ അത് കൂടാണ്ട് വേറെ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ എമൗണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്ടർ സപ്ലൈയിൽ കൊടുക്കുന്ന മൊത്തം എമൗണ്ട് ഓഫ് വാട്ടറും അവിടെ സീവറിൻ്റെ അല്ലെങ്കിൽ സീവേജ് ആയിട്ട് മാറണം എന്ന് നിർബന്ധമില്ല. കുറേയൊക്കെ അല്ലാത്ത യൂസസിന്, ഇപ്പോൾ പ്ലാന്റ്സിന്, ഗാർഡനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടറുണ്ട്. അപ്പം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബോയിലേഴ്സിലൊക്കെ സ്റ്റീം ജനറേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ, അതൊന്നും പോയി സീവറിലേക്ക് ചെന്ന് ചേരുന്ന വാട്ടർ അല്ല. അപ്പം വാട്ടർ സപ്ലൈയിൽ നിന്ന് അതും സബ്ട്രാക്ഷൻ ആയിട്ടാണ് വരുന്നത്. സോ പ്രൈവറ്റ് വെൽസിൽ നിന്നുള്ള വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു അഡീഷനായിട്ട് വരും. പിന്നെ ഇൻഫിൽട്രേഷനും ഒക്കെ അഡീഷനായിട്ട് വരും. പിന്നെ വാട്ടർ ലീക്ക്, അതായത് ആ ഒരു വേസ്റ്റ് സീവറിൽ നിന്നും ലീക്ക് ചെയ്ത് പുറത്തു പോവുകയാണെങ്കിൽ അതൊരു സബ്ട്രാക്ഷനായിട്ട് വരും. പിന്നെ എന്താണ് ഈ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന ബോയിലേഴ്സിലൊക്കെ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാട്ടർ, പിന്നെ ഈ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ, ഫയർ ഫൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന വാട്ടർ, ഇതൊന്നും സീവറിൽ എത്തണമെന്ന് നിർബന്ധമില്ല. അതെല്ലാം സബ്ട്രാക്ഷൻസ് ആയിട്ട് വരും. സോ ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത്, ഓക്കെ, ഇൻ എഫക്റ്റ് നമ്മൾ പറയുന്നത് only 70 to 80% അത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, 70 to 80% ഓഫ് വാട്ടർ സപ്ലൈഡ് ആണ് സാധാരണ സീവേജ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് 70 to 80% ഓഫ് ദ വാട്ടർ സപ്ലൈ ഈസ് കൺവേർട്ടഡ് ടു എന്ത്? വേസ്റ്റ് വാട്ടർ. 70 to 80% ഓഫ് ദ വാട്ടർ സപ്ലൈഡ് മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ? വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഈ സീവർ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ സ്ഥലത്ത് സപ്ലൈ ചെയ്ത വാട്ടറിൻ്റെ 70 to 80%. ഈ 70 to 80% എടുക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കുറേ അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ വരുന്നതുകൊണ്ട് ഫുൾ വാട്ടർ സപ്ലൈഡ് മൊത്തത്തിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ എന്നും പറഞ്ഞ് എടുക്കത്തില്ല. only 70 to 80% of the water supplied is converted to in the waste water. Okay, അപ്പോൾ നമ്മൾ
കമ്പൈൻഡ് സീവറിൻ്റെ കാര്യം പറഞ്ഞു അല്ലെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീവേഴ്സ് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് കമ്പൈൻഡ് സീവർ പറഞ്ഞായിരുന്നു. കമ്പൈൻഡ് സീവർ എന്തായിരുന്നു? കമ്പൈൻഡ് സീവറിൻ്റെ അകത്ത് രണ്ട് ഫ്ലോ, അതായത് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻഡസ്ട്രീസിൽ നിന്നും ഡൊമസ്റ്റിക് യൂസസിൽ നിന്നും ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ, അതാണ് നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡ്രൈ വെതർ ഫ്ലോയ്ക്കും വെറ്റ് വെതർ ഫ്ലോയ്ക്കും രണ്ടിനും കൂടെ ചേർന്നിട്ട് ഒരു സീവർ പൈപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ് കമ്പൈൻഡ് സീവർ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെല്ലാം കമ്പൈൻഡ് സീവറിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സീവർ ഡിസൈനാണ് പറയാൻ പോകുന്നത്. സീവർ ഡിസൈൻ്റെ അകത്ത് നമ്മൾ ആദ്യം അപ്പോൾ ഡ്രൈ വെതർ ഫ്ലോയും വെറ്റ് വെതർ ഫ്ലോയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ആദ്യം ഡ്രൈ വെതർ ഫ്ലോ നോക്കാം. ഡ്രൈ വെതർ ഫ്ലോ ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 70 to 80%. ഓക്കെ, 70 to 80% ഓഫ് ദി വാട്ടർ സപ്ലൈഡ് ആണ് എന്തായിട്ട് മാറുന്നത്? ഡ്രൈ വെതർ ഫ്ലോ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എസ്റ്റിമേഷൻ ഓഫ് ഡ്രൈ വെതർ ഫ്ലോ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ എസ്റ്റിമേഷൻ ഓഫ് ഡ്രൈ വെതർ ഫ്ലോ, എസ്റ്റിമേഷൻ ഓഫ് ഡ്രൈ വെതർ ഫ്ലോ. So total dry weather flow is equal to, okay, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, ഇപ്പോൾ ഒരു റീജിയനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തത്തിൽ ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ഇൻറ്റു 0.7 to 0.8, ഇത് 70 to 80% ഓഫ് വാട്ടർ സപ്ലൈ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റീജിയനിലെ ഡ്രൈ വെതർ ഫ്ലോ കിട്ടും. 0.7 to 0.8 ഇൻറ്റു വാട്ടർ സപ്ലൈ എന്ന് വെച്ചാൽ 70 to 80% ഓഫ് വാട്ടർ സപ്ലൈഡ്. ഓക്കെ, 70 to 80% ഓഫ് വാട്ടർ സപ്ലൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ പെർ ക്യാപിറ്റ, അതായത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീവേജ് ഫ്ലോ ആണ്. ഒരാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീവേജ് ഫ്ലോ ആണ് ഇത്. ഓക്കെ, 70 to 80% ഓഫ് ദ വാട്ടർ സപ്ലൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് പെർ ക്യാപിറ്റ വാട്ടർ സപ്ലൈഡ് ആണ് കേട്ടോ. പെർ ക്യാപിറ്റ, അതായത് ഒരാൾക്ക് ആവശ്യമുള്ള വാട്ടർ സപ്ലൈഡിന് 70 to 80% അവിടെ എന്താവുകയാണ്? സീവേജ് ഫ്ലോ ആയിട്ട് മാറാണ്. അപ്പം ഇൻറ്റു അവിടുത്തെ പോപ്പുലേഷൻ ചെയ്താൽ പോരെ, അവിടുത്തെ ടോട്ടൽ ആ ഒരു റീജിയനിലുള്ള ടോട്ടൽ ഡ്രൈ വെതർ ഫ്ലോ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഡ്രൈ വെതർ ഫ്ലോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോപ്പുലേഷൻ ഇൻറ്റു 0.7 to 0.8 ടൈംസ് പെർ ക്യാപിറ്റ വാട്ടർ സപ്ലൈ. അല്ലെങ്കിൽ ഇപ്പോൾ പെർ ക്യാപിറ്റ സീവേജ് ഫ്ലോ വെസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ സീവേജ് ഫ്ലോ ഇൻറ്റു പോപ്പുലേഷൻ ചെയ്താലും അവിടുത്തെ ഡ്രൈ വെതർ ഫ്ലോ കിട്ടും. ഓക്കെ, അപ്പോൾ ഡ്രൈ വെതർ ഫ്ലോ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഇനി നമുക്ക് വേണ്ടുന്നത് വെറ്റ് വെതർ ഫ്ലോ ആണ് അല്ലേ. അപ്പോൾ കമ്പൈൻഡ് സീവറിൽ ഡ്രൈ വെതർ ഫ്ലോയും വെറ്റ് വെതർ ഫ്ലോയും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടുന്നത് വെറ്റ് വെതർ ഫ്ലോ ആണ്. അപ്പം വെറ്റ് വെതർ ഫ്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേനും എസ്റ്റിമേഷൻ ഓഫ് വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോം വാട്ടർ അല്ലേ, അല്ലെങ്കിൽ റെയിൻ വാട്ടർ. സ്റ്റോം വാട്ടറിനെയാണ് നമ്മൾ വെറ്റ് വെതർ ഫ്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡ്രൈ വെതർ ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കാം. വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് റാഷണൽ ഫോർമുലാസും ഉണ്ട്. റാഷണൽ ഫോർമുലാസും ഉണ്ട്, അതുപോലെ തന്നെ എംപെരിക്കൽ ഫോർമുലാസും ഉണ്ട്. എംപെരിക്കൽ ഫോർമുല
വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കാൻ റാഷണൽ ഫോർമുലയുണ്ട്, എംപെരിക്കൽ ഫോർമുലയുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റാഷണൽ ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന്. റാഷണൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് ദ ഏരിയ ഓഫ് കാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കേണ്ട ആ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 500 ഹെക്ടേഴ്സ്, ലെസ് ദാൻ 500 ഹെക്ടേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? റാഷണൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എംപെരിക്കൽ ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ 500 ഹെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? എംപെരിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്യും. അപ്പോൾ റാഷണൽ ഇപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയയിലെ കാച്ച്മെൻറ്റ് ഏരിയ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 500 ഹെക്ടേഴ്സ് വി യൂസ് റാഷണൽ ഫോർമുല, ആൻഡ് ഇഫ് ഏരിയ ഓഫ് കാച്ച്മെൻറ്റ് ഇസ് മോർ ദാൻ 500 ഹെക്ടേഴ്സ് വി യൂസ് എംപെരിക്കൽ ഫോർമുല. അപ്പോൾ നമുക്ക് ആദ്യം റാഷണൽ ഫോർമുല നോക്കാം. റാഷണൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ വെറ്റ് വെതർ ഫ്ലോ ആ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ റാഷണൽ ഫോർമുല Q wet weather flow, okay, discharge from wet weather flow is equal to equation ortho check K PC A by 360. Okay, KPCA by 360 and at K എന്ന് പറയുന്നത് okay ഇവിടെ K എന്ന് പറയുന്നത് it is run off coefficient and K യുടെ value it will be equal to 1. K will be equal to 1 in case of perfectly impervious area. Perfectly impervious area ആണെന്നുണ്ടെങ്കിൽ K യുടെ value എന്തായിരിക്കും? It will be equal to 1 and K will be equal to 0.9 to 1. ആ ഒരു റേഞ്ചിലായിരിക്കും. എന്തിൻ്റെ അകത്ത്? പേവ്ഡ് ഏരിയാസ് ആണെങ്കിൽ, പേയ്മെൻറ്റ് നടത്തിയ പേവ്ഡ് ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ K will be equal to 0.9 to 1 ആയിരിക്കും പേവ്ഡ് ഏരിയാസിനകത്ത്. K is equal to 1 for perfectly impervious areas. ഇനി ഇവിടെ A എന്ന് പറയുന്നത് it is the area of catchment, അല്ലെങ്കിൽ ആ റീജിയൻ്റെ ഏരിയ, എത്ര റീജിയനിലെ റെയിൻഫോൾ അല്ലെങ്കിൽ എത്ര റീജിയനിലെ സ്റ്റോം വാട്ടർ ആണ് ഡിസ്ചാർജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് ദ കാച്ച്മെൻറ്റ് ഏരിയ ഇൻ ഹെക്ടേഴ്സിലാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ PC, ഓക്കെ, ഇവിടുത്തെ PC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. Okay, it is a critical rainfall intensity corresponding to time of concentration. Time of concentration TC ക്ക് corresponding ആയിട്ടുള്ള critical rainfall intensity ആണ് PC. അപ്പോൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്തുവാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ PC ക്ക് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. PC യുടെ ഇക്വേഷൻ PC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PC is equal to 25.4 A by TC plus B. Okay, and Aയും Bയും കോൺസ്റ്റൻസ് ആണ്. TC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. അതെന്താണ് നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ ഡിസ്ചാർജിൻ്റെ ഫോർമുല ഇസ് KPCA by 360. K എന്ന് പറയുന്നത് അവിടുത്തെ റൺ ഓഫ് കോഎഫിഷ്യൻ്റ് ആണ്. K is 1 for perfectly impervious area. K is equal to 0.9 to 1 for paved areas and A എന്ന് പറയുന്നത് ഇവിടുത്തെ കാച്ച്മെൻറ്റ് ഏരിയ ആണ്. ഹെക്ടേഴ്സിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. PC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഫോർ എ ഗിവൺ ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ആൻഡ് PCയുടെ ഫർദർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PC കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഇസ് 25.4 A by TC plus
ബി എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ടി സി എന്ന് പറയുന്നത്, അപ്പോൾ പി സിക്ക് രണ്ട് രീതിയിലെ വാല്യൂസ് വരാം. അതായത് ടൈം ഓഫ് കോൺസെൻട്രേഷൻ്റെ വാല്യൂ, ടി സിയുടെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 5 to 20 minutes, 5 to 20 മിനിറ്റ്സിൻ്റെ ഇടയ്ക്കാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ടി സി ടൈം ഓഫ് കോൺസെൻട്രേഷൻ ബിറ്റ്വീൻ 20 to 100 minutes, ഇതിൻ്റെ ഇടയ്ക്കാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ വരുന്നതെങ്കിൽ. ഓക്കെ, ഇഫ് ടി സി ഇസ് ബിറ്റ്വീൻ 5 to 20 minutes, ദെൻ എയുടെ വാല്യൂ ആ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരുന്നില്ല, എയും ബിയും പി സിയുടെ ഇക്വേഷൻ്റെ അതിലുള്ള എയും ബിയും കോൺസ്റ്റൻറ്റ്, അതായത് എയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 30 ആൻഡ് ബിയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 10 if TC is between 5 to 20 minutes and if TC is between 20 to 100 minutes അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 40 ആൻഡ് ബിയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് പി സിയുടെ ഇക്വേഷൻ ഈ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം പി സിയുടെ ഇക്വേഷൻ വിൽ ബി 750 ബൈ ടി സി പ്ലസ് 10. ഈ ഒരു കേസിൽ ഇത് 750 ബൈ ടി സി പ്ലസ് 10. ഈ എയുടെയും ബിയുടെയും വാല്യൂ ആ ജനറൽ ഇക്വേഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം പി സി വിൽ ബി 750 ബൈ ടി സി പ്ലസ് 10. ഇതിൻ്റെ യൂണിറ്റ് കിട്ടുക മില്ലിമീറ്റർ പെർ അവർ ആണ്. ദെൻ ഇവിടെ പി സി വിൽ ബി ഈക്വൽ ടു 1000 ബൈ ടി സി പ്ലസ് 20. ഓക്കെ, അപ്പോൾ ഇതാണ് പി സിയുടെ രണ്ട് ഇക്വേഷൻ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം എന്തുവാണ് ചെയ്തത് എന്നുള്ളത് എന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ കണ്ടുപിടിച്ചു. ഡ്രൈ വെതർ ഫ്ലോ എങ്ങനെയാണ്, 70 to 80% ഓഫ് ദി വാട്ടർ സപ്ലൈഡ് ആയിട്ട് എടുത്തിട്ട് അത് ഇൻറ്റു പോപ്പുലേഷൻ ചെയ്തപ്പം പെർ ക്യാപിറ്റൽ വാട്ടർ സപ്ലൈ ഇൻറ്റു 0.7 ഓർ 0.8 ചെയ്തിട്ട് നമ്മൾ എന്താണ് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടുത്തെ ഡ്രൈ വെതർ ഫ്ലോ കിട്ടി. കമ്പൈൻഡ് സീവറാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് സീവറിൽ കിട്ടുമ്പോൾ ടോട്ടൽ ഡ്രൈ വെതർ ഫ്ലോ കിട്ടി. വെറ്റ് വെതർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു റാഷണൽ ഫോർമുലയും എംപെറിക്കൽ ഫോർമുലയും ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് റാഷണൽ ഫോർമുലയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ റാഷണൽ ഫോർമുലയ്ക്കകത്ത് തന്നെയുള്ള ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയുടെ രണ്ട് ഇക്വേഷൻസ് ആണ്, കോൺസ്റ്റൻറ്റിന് വ്യത്യാസം വരുമ്പോഴുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഈ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ടി സി എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, സോ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈം ഓഫ് കോൺസെൻട്രേഷൻ, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു കാച്ച്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഈ ഏരിയയുടെ ഏറ്റവും ഫാർദസ്റ്റ് പോയിൻ്റ് ഇതാണെന്ന് വെച്ചു, ആൻഡ് അവിടുത്തെ എക്സിറ്റ് ഇവിടെയാണെന്ന് വെച്ചു. അപ്പോൾ ഈ ഫാർദസ്റ്റ് പോയിന്റിൽ നിന്നും ഓക്കെ ഈ കാച്ച്മെൻറ്റിലെ ഔട്ട്ലെറ്റ് വരെ ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വാട്ടർ എത്താൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ വാട്ടർ പാർട്ടിക്കിൾ. ഇപ്പം മഴ പെയ്ത് കഴിയുമ്പം അവിടെ വാട്ടർ പാർട്ടിക്കിൾ അവിടെ വീഴുന്ന ഒരു വാട്ടർ പാർട്ടിക്കിൾ ഈ എത്ര സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരെ എത്തുന്നത്, ആ ഒരു ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ടൈം ഓഫ് കോൺസെൻട്രേഷനെ തന്നെ നമുക്ക് രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് ഇതാണ് ആ ഒരു ഫാർദസ്റ്റ് പോയിന്റ്. ഓക്കെ, ഈ ഫാർദസ്റ്റ് പോയിന്റിൽ ഇത് ഈ ഇത്രയും ഭാഗത്ത് നമ്മൾ ഒരു സീവർ ലൈൻ, ഒരു പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ സീവർ പൈപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൈം ഓഫ് കോൺസെൻട്രേഷനെ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻലെറ്റ് ടൈം. ഓക്കെ, അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻലെറ്റ് ടൈം. ഇൻലെറ്റ് ടൈം അല്ലെങ്കിൽ അതിന് മറ്റു പേര് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓവർലാൻഡ് ഫ്ലോ ടൈം, ഇൻലെറ്റ് ടൈം അല്ലെങ്കിൽ ഓവർലാൻഡ് ഫ്ലോ ടൈം, അല്ലെങ്കിൽ ടൈം ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയും. ടൈം ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ,
അപ്പം ഇൻലെറ്റ് ടൈം അല്ലെങ്കിൽ ഓവർലാൻഡ് ഫ്ലോ ടൈം അല്ലെങ്കിൽ ടൈം ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു ഫാർദസ്റ്റ് പോയിന്റിൽ നിന്നും ഈ ഡ്രെയിനിൻ്റെ മൗത്ത് അല്ലെങ്കിൽ ആ ഒരു സീവർ ഡ്രെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വരെ എത്താനുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെയാണ് നമ്മൾ ഇൻലെറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇൻലെറ്റ് ടൈം. ഇനി ഡ്രെയിനിൻ്റെ മൗത്തിൽ നിന്നും ആ ഒരു ഔട്ട്ലെറ്റ് വരെ എത്താൻ, ആ ഒരു വാട്ടർ പാർട്ടിക്കിളിന് എത്താൻ എടുക്കുന്ന ആ ഒരു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാനൽ ഫ്ലോ ടൈം അല്ലെങ്കിൽ ഗട്ടർ ഫ്ലോ ടൈം. സോ ഇവിടെ രണ്ട് ടൈമുകളുണ്ട്. സോ ഇറ്റ് ഈസ് ഗട്ടർ ഫ്ലോ ടൈം, TF. സോ ഇവിടെ എന്താണ്, ഇൻലെറ്റ് ഫ്ലോ ടൈമും പിന്നെ ഈ ചാനൽ ഫ്ലോ ടൈമും കൂടെ ചേരുന്നതാണ് എന്ത്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടൈം ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു ഇൻലെറ്റ് ഫ്ലോ ടൈം പ്ലസ് ചാനൽ ഫ്ലോ ടൈം, TI പ്ലസ് TF. ഇനി ഈ ചാനൽ ഫ്ലോ ടൈം തന്നെ ഉണ്ടല്ലോ, ചാനൽ ഫ്ലോ ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി. അപ്പം ഈ ഒരു പാർട്ടിക്കിൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് ദ ചാനൽ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ലെങ്ത് ഡിസ്റ്റൻസ് ബൈ അത് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ചാനൽ, ആ ഒരു ചാനലിലൂടെ പാസ് ചെയ്യുന്ന ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ചാനൽ ഫ്ലോ ടൈം കിട്ടും. ഓക്കെ, അപ്പം ഇൻലെറ്റ് ടൈം പ്ലസ് ചാനൽ ഫ്ലോ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടൈം ഓഫ് കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എവിടെയാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആ ഒരു റാഷണൽ ഫോർമുലേറ്റിൻ്റെ അകത്ത് നമ്മൾ ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ആ ഒരു ഫോർമുലയ്ക്കകത്താണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയാണ് അവിടുത്തെ ടൈം ഓഫ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ ക്രിട്ടിക്കൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂസിന് വ്യത്യാസം വരുന്നത്. അതാണ് നമ്മൾ ഫർദർ ആ റാഷണൽ ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ വെറ്റ് വെതർ ഫ്ലോയുടെ ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബാക്കി എംപിറിക്കൽ ഫോർമുലയെ പറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്